ഹായ് ഫ്രണ്ട്സ്, ഇത്തവണത്തെ ഇതിന് നമുക്ക് കറിപ്പായസം ഉണ്ടാക്കിയാലോ? പണ്ടൊക്കെ എല്ലാ വീടുകളിലും അധികം ഇതാ ഉണ്ടാക്കാറെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആരും അങ്ങനെ ഉണ്ടാക്കുന്നത് കാണാറില്ലല്ലോ. പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പൊടി കുഴച്ച് വെച്ചിട്ട് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി വെക്കാം. പിന്നെ കുറച്ച് പരിപ്പ് നമ്മളൊന്ന് വെള്ളത്തിലിട്ട് വെക്കണേ. പിന്നെ ഒരു തേങ്ങ ചിരകിയിട്ട് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് വെച്ചിട്ട് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. പിന്നെ നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്, അതും നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് സെക്കൻഡ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിപ്പൊടി നേരത്തെ ബോൾസ് ആക്കി കുഴച്ച് വെച്ചതില്ല, അത് നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഒന്ന് വെതിരി കൊടുത്താൽ മതി കേട്ടോ. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ പരിപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ പരിപ്പും ആ ഒരു റൈസ് ബോളും നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ചവ്വരി ചേർത്ത് കൊടുക്കാം. സാധാരണ ഇത് ചേർത്ത് കൊടുക്കാറില്ല, പക്ഷേ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്താണ് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് കുറച്ച് ശർക്കര മെൽട്ടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അല്പം ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഏലക്കായ് പൊടിയും ചേർത്ത് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച ആ ഒരു കാഷ്യൂ നട്ട്സും ആ ഒരു നേന്ത്രപ്പഴവും നമുക്ക് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ആ ഒരു വറവും കൊണ്ട് ചേർത്താൽ നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.